ഗൈസ്, നമ്മൾ ഓഫ് റോഡും വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നതെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബാക്കി കണ്ടിന്യൂ എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ സംഭവിച്ച കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോ ഫ്രണ്ടിലായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നേരെ പോകാം. ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്താൽ കാണണം കേട്ടോ. വണ്ടിക്ക് ഇച്ചിരി ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കുറച്ച് നേരം റെസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെയും നമ്മൾ പോവാൻ കേട്ടോ. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എമ്പടിച്ച് കയറി പോകാനൊക്കെ പറ്റും. അപ്പോൾ പിന്നെ ഗായ്സ് ഒരു വീഡിയോ കിട്ടിയില്ല. നമ്മുടെ എക്സ്പ്രസ്സിലുള്ള മച്ചം അതിൻ്റെ പൊന്നെ അവിടെ വീഡിയോ അടിച്ചുകൊണ്ട് ഒറ്റ പോകുക കേട്ടോ. അവിടുത്തെ മോട്ടോ ജമ്പടിയിൽ കാണാം. ഞാൻ ജമ്പൊന്നും അടിക്കുന്നില്ല, അല്ലാതെ നോർമലായിട്ട് പോവാം. ഓ ജിസ്മ ജമ്പ് ഓക്കേടാ. ഇത് ടാസ്ക് ഒന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു ഫൺ മൊമെന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. നമ്മുടെ എക്സ്പൾസിനെ വെച്ചോ എൻ്റെ ഫോണിൽ ഫസ്റ്റ് പോയി. എൻ്റെ ഫോണിൽ ജമ്പ് എന്ന് വെച്ചാൽ മാറി ജമ്പായി പോയി. അവസാനം വീരി അടിച്ച് ലാൻഡ് ചെയ്ത്. ഡ്യൂക്ക് ഞാൻ ഡ്യൂക്ക് മാത്രം കണ്ടു. റോഡ് കണ്ടപ്പോൾ തന്നെ പേടിയാണ് മോനെ. ഒരു ഇവിടെ നിന്ന് തന്നെ കണ്ടിട്ട് പേടിയാവുന്നു. എന്നാ പണ്ടുവേ ഇനി എന്നാ പണ്ടുവേ അതാണ് പറ്റില്ല. ആരൊക്കെ വരുന്നുണ്ടോ? അയ്യോ മോട്ട വീണ് കാശ്. പറ്റിയോ? ആ കയറ്റു ബ്രോ വണ്ടി. എന്താ അവിടെ നിന്ന് നീക്കണമെന്നുണ്ട്. കാലിന്റെ അടിയിലാണ് എത്തിയില്ലല്ലേ? പിടിച്ചില്ലേ? ഇല്ല ബ്രോ. പക്ഷെ ആ മണ്ണിന്റെ അതുവഴി കയറ്റിയാൽ മതിയായിരുന്നു. മറ്റൊരു സിമ്പിളേ കയറി പോകുന്നു. എക്സ്പ്രസ് മാറ്റിക്കോ. പോട്ട് ആദ്യം ഊക്ക് മാറ്റണം. 200 ആണ് വരുന്നത്. 200 മാറ്റണം. നീ ബാക്കിയിരിക്കായിരുന്നോ? നീ വീണോ? ഇതപ്പോ
ഞാൻ കണ്ടില്ല, സോറി. ഫസ്റ്റ് പടകം കിട്ടി ഗൈസ്. സൈഡ് കൂടെ എടുത്തരാം. ഓക്കേ, എത്തുന്നില്ല, കൈ എത്തുന്നില്ല. പിന്നെ ഒരു കാടിൻ്റെ ഉള്ളിലായിപ്പോയി അല്ലേ. അങ്ങനെ നമ്മൾ കയറി ഇതാ ചെകുത്താൻപാറ എത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എത്തിയിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ തിരക്കുക കേട്ടോ. അപ്പം ചെകുത്താൻപാറയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, മലപ്പുറത്തുള്ള. അപ്പോൾ കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എത്തി. അങ്ങോട്ടും ഉണ്ടാവും ഇപ്പോൾ. ഇതേത് വഴി? അങ്ങോട്ട് ഇറക്കാതാ. അയ്യോ വണ്ടി ഇതാ വയ്ക്കാ, ലൂസാ വണ്ടി, ഗാർഡിലേക്കാ. അതെങ്ങനെ വയ്ക്കും ഇനിയിപ്പം? എന്ത് ചെയ്യും? വണ്ടി ആ ഓക്കേടാ, പോന്നു ഇല്ലടാ. ഇങ്ങോട്ട് എടുക്കും വണ്ടി ഓഫ്. ഓക്കെ, വണ്ടി ഇതാ കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓ സെറ്റ്. അവിടെയാണ് സത്യം പാർക്ക് ചെയ്യാൻ, പക്ഷെ അവിടെ വെയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. സൂപ്പർ കേട്ടോ, ഇവിടെ അടിപൊളി. ഓ എന്ത് ലുക്ക് നോക്കിയേ ഇൻപൾസ്. എല്ലാ ടീംസും അങ്ങനെ ആർക്കും കുഴപ്പമൊന്നും ഇല്ലാതെ ചെകുത്താൻപാറ എത്തിരിക്കുകയാണ് കഴിച്ച്. വണ്ടി അവിടെ കയറ്റാനായിട്ട് അടിയാണ് കേട്ടോ. പക്ഷെ ഫസ്റ്റിൽ ഞാൻ വന്നില്ല, ഞാൻ തന്നെ അവിടെ കയറിയാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ ഏറ്റവും ബാഗിലായി പോയി. ഇവിടുത്തെ ലുക്ക് കാണിച്ചു തരാം, ചെകുത്താൻപാറ ലുക്ക്. അടിച്ചടിച്ച് കയറി. തെങ്ങാണ് ബ്രോ. ഞാൻ വെച്ചു സാധാരണ പച്ചപ്പണക്ക്, പക്ഷെ ഇത് ഫുള്ള് തെങ്ങിന്റെ പച്ചപ്പ് അല്ലേ. അതാ ആ കോറി അല്ലേ, വയല് എല്ലാം കാണാം. നല്ല ഹൈറ്റ് എല്ലാത്തിനും താഴെ. ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു ഫലം ഉണ്ടായാലേ ഇത് കണ്ടപ്പോ. അതാ ഹെൽമെറ്റും ജാക്കറ്റും എല്ലാം ഒരു കുറച്ച് വിഷമിക്കണം. നിങ്ങൾ ഇത്രയേ കണ്ടാൽ മതി, ഇനി ബാക്കി നമ്മളൊന്ന് ആസ്വദിക്കട്ടെ. നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളെന്താ ഇതെനിക്ക് കുറച്ച് അഡ്വഞ്ചറൊക്കെ ചെയ്ത് ഇങ്ങ് വാട്ടാ. ആരും പേടിക്കണ്ട, ഇതെനിക്ക് കുറച്ചിട്ട് നല്ല നമ്മളെ കണക്ക് കുറച്ച് ടീമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. നമ്മൾ അതിശയൊക്കെ സിമ്പിളായിട്ട് ഫിൻപ്ലസിലൊക്കെ കയറി കയറ്റാം. എൻ്റെ പൊന്നേ കണ്ണ് വെട്ട്. പടച്ചട്ടിയും കാര്യങ്ങളെല്ലാം ഊരി വെച്ച് ബാഗും പാൻറ്റും എല്ലാം ഊരി അടച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫ്രഷ് എയർ കൊള്ളട്ട്. ഈ മരം നോക്കി, പിന്നെ വേരുകളെല്ലാം ഇവിടെ ഇങ്ങനെ പെനഞ്ഞ് കിടക്കണം. നോക്കി പെനഞ്ഞ് എല്ലാം അവിടെ മുകളിലോട്ട് കിടക്കുക. എല്ലാവരും അവിടെ നിന്ന് കാറ്റ് കൊള്ളുന്നു. അങ്ങോട്ട് കയറി ചേട്ടാ കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയും കുമാർ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് വന്നു.
അന്ന് ഫോറസ്റ്റ് പോയിട്ട് അങ്ങനെ പെട്ട്. അവിടെ കുറച്ച് ഡാർക്ക് പച്ച, അവിടെ കുറച്ച് ലൈറ്റ് പച്ച കേട്ടോ. രണ്ട് പച്ചപ്പ്. അവിടെ വെയിൽ കുറവായിട്ട് തോന്നുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യല്ലേ. അയ്യോ ഇപ്പോൾ താഴെ പോയാലും താഴെ നോക്കി നടന്ന് താഴെ പോയി ഇപ്പോൾ കൊക്കയപ്പോൾ കിടന്നേരെ. അമ്പലത്തിൽ നിവേദ്യം കൊടുക്കുന്ന കണക്ക് നമ്മളെ സോളോയുടെ സ്റ്റിക്കർ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അവരാരും ചോദിക്കുന്നില്ല, സോള നിർബന്ധിച്ച് കൊടുക്കുകയാണ്. കാരണം ഈ സോളയെ കാണാൻ പറ്റാ ഈ സ്റ്റിക്കറൊക്കെ ചോദിച്ചു കേട്ടോ. സോള കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ചോദിച്ചു കൊടുക്കുകയാണ്. വേണ്ടെന്ന് പറഞ്ഞാലും പൈസ കൂടി വിൽക്കാൻ 2.10 അത് പറഞ്ഞപ്പോ സോളങ്ങ് ഇരുന്ന്. ഇനി ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാക്കി മരത്തിന്റെ മുകളിൽ 360 ഫുൾ ആംഗിൾ കിട്ടാൻ നോക്കാനാ. എന്തൊക്കെ കാണാനാണ്. നീ താഴ്ചാടാണ്, താഴ്ചാട്. ക്യാമറ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇനിയാണ് കറക്കുന്നത്. We gon' turn the crib into a club like Hennessy and Buddha screaming thug life. Get it, baby, you know I'm the plug, right? Fucking gotta feel it, that it's gonna be a long night. Whoa, everything I touch turn cold. Need no introduction, cause they know Brit and Mo, I hit the lotto, my motto. Roll up gelato and throttle, a couple models staccato. Who fucking brought up the bottles, I'm gone here. ഓക്കെ അതിനകത്ത് ആക്ഷൻ ഒന്നും കിട്ടില്ല. എല്ലാരും കുനിഞ്ഞിങ്ങനെയൊക്കെയായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങാം. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. അത് ഞങ്ങൾക്ക് വേറെ ഓഫ് റോഡാണ് കേട്ടോ. ആ ഒരു ഓഫ് റോഡിൽ പോയിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. നേരെ ഇപ്പം നമ്മൾ ഫസ്റ്റ് രാവിലെ വന്നൊരു വീട്ടിലില്ല, ആ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവിടെ ആ വൈറ്റ് നമ്മൾ ആ മച്ചാൻ്റെ വീട്ടിൽ പോയിട്ട് ടെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത ഓഫ് റോഡിലോട്ട് പോകും കേട്ടോ. മച്ചന്മാരെ പരിചയപ്പെട്ട ഇത് അവിടെ മലപ്പുറത്തുള്ള ബ്രോയാണ് ഈ ട്രാക്ക് കാണിച്ചത്. അവരുടെ പേര് പറഞ്ഞു ഷെറിലേ റൂമി. പിന്നെ അവിടെ മച്ചന്മാരെ അടുത്തത് ഇവരാണ് നമ്മളെ എക്സ്പ്രസിലെ മച്ചാൻ. ഇപ്പോൾ പേരെന്തായിരുന്നു? ഹസീബ്. ഇവരോടെ വരാം. എക്സ്പ്രസിന്റെ ഓണർ ഇവരാണ് കേട്ടോ. പക്ഷെ വോട്ട് ചെയ്ത് മൊത്തം ഇവരാണ്. എവിടെയുള്ള ബ്രോയുടെ പേരെന്തായിരുന്നു? തെളിവുതാ ഇവിടെ കൊണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കയറിയത് നമ്മുടെ നോട്ടോടെ ചാനലിലും നമ്മുടെ സോളോടെ ചാനലിലും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അത് ഇതൊഴി പോകത്തില്ലല്ലേ? ഏതാണ് വഴി? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എല്ലാവരും വന്നോണ്ടിരിക്കാം. എൻ്റെ പൊന്ന്, എൻ്റെ ഹെഡ്ലൈറ്റ് ഇടിച്ചു ബ്രോ. കുഴപ്പമില്ല വലിച്ചോ. വണ്ടി എടുത്തോ. ഓ ഊമ്പി സ്റ്റിക്കറാ, കുഴപ്പമില്ല. താഴോട്ട് ഇറങ്ങിയോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ഇറങ്ങിയോ ബ്രോ? എന്നാ താക്കോൽ അവിടെ കാല് നിന്നില്ല, കുഴിയായിപ്പോയി. ഇല്ല, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച ഹെഡിലൊക്കെ പൊട്ടിന്ന്. മരത്തിലേക്ക് ഇടിച്ച് നിന്നല്ലേ ഹെഡ്.
സാധനം ക്വാളിറ്റി ഉണ്ട്. PPF ഒട്ടിച്ചതിൻ്റെ ഗുണം കണ്ടോ ഹെഡ്ലൈറ്റിലൊക്കെ? ഹെഡ്ലൈറ്റ് സ്ക്രാച്ചൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ ഒരു PPF മുകളിലാണ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആയത്. എന്നാലും വിഷമമുണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, ഭയങ്കര വിഷമമുണ്ട്. ഒരു പൊടിക്കും വേണ്ടി ഈ ഒരു PPF ഇളകി പോയ ഭാഗത്ത് പൊടിക്കും വേണ്ടി ചെറിയൊരു സ്ക്രാച്ച്. PPF ഒട്ടിച്ചതിൻ്റെ ഗുണം. ഓക്കെ, എന്താ ഇവിടെ കണ്ടോ ഫുള്ള് പോയായിരുന്നു കേട്ടോ. ഇതിന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. ഭാഗ്യത്തിന് എവിടെയൊന്നും പറ്റില്ല കേട്ടോ. ഓ താങ്ക് യു, താങ്ക് ഗോഡ്. അതൊരു കറ്റയൊക്കെ കൊണ്ടുവേണം. ഇല്ല ബ്രോ, ഇത് ഒരു വല്ലാത്ത ജാതി കഴപ്പ്. ആ അവൻ്റെ കഴപ്പ് കുഴപ്പമില്ല. അതുകൊണ്ട PPF ഒട്ടിച്ചോണ്ട് കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞു പോയാലോ. അതാ പൊടിക്കും വേണ്ടി ചെറിയൊരു സ്ക്രാച്ച്. ഞാൻ വെച്ച് പൊട്ടിയത്, ഞാൻ പേടിച്ചാണ് നൂത്തത്. ആ മരത്തിൽ കയറി തട്ടി നിന്ന്. ആ നേരം കയറിയ വഴി തിരിച്ച്. ആ അപ്പോൾ ഇത്ര നേരം കയറിയ വഴി നമ്മുടെ തിരിച്ചിറങ്ങാൻ കേട്ടോ. കയറിയത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാമല്ലോ. തിരിച്ചും അത് വലിയ സീനില്ല, വണ്ടിക്ക് വലിയ സീനില്ല. എന്ന് വെച്ചാൽ കയറുമ്പോൾ എഞ്ചിൻ ഒരുപാട് നമ്മൾ ക്ലച്ചൊക്കെ താങ്ങി കൊടുക്കണം. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ആ ഒരു ക്ലച്ച് പിടിച്ചതൊന്നും വേണ്ട. ഫസ്റ്റ് ഗിയറിലൊക്കെ ക്ലച്ച് വിട്ടൊക്കെ പോയാൽ മതി കേട്ടോ. ഇവിടെയൊക്കെ പക്ഷേ അപ്പോൾ നമ്മളെ മെയിൻ ടാസ്ക്, നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ കുറച്ച് റിസ്ക് എടുത്താണ് കയറിയിട്ട്. അപ്പോൾ ആ സ്പോട്ടിൽ തിരിച്ചെത്തി. ഇനി ഈ ഒരു ടാസ്ക് നമ്മൾ തിരിച്ചിറക്കുകയാണ്. തിരിച്ചിറക്കാൻ നമ്മളെ അജീഷ് ബ്രോ ഫസ്റ്റ് ആരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്കും ഇറക്കി കേട്ടോ. നമ്മളെ ഇൻപൾസിൽ ഇനിയിപ്പോൾ ബാക്കിയെല്ലാം പോകത്തില്ല. ഞാൻ നോക്കിയില്ല പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതിന് പോവാം. ഓ എക്സ്പ്രസ് ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇറക്കി. ഇവിടെ നമ്മളെ ഡ്യൂക്ക് ഇറക്കുന്നത്, ഒരു വിക്രാന്ത് അതുവഴി തന്നെ ഇറക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളത് 3 KTM വണ്ടിയിലാണ്. ആ പോയ വഴി ഇറക്കാം അല്ലേ? ആ കണ്ടു ബ്രോ. ഒന്ന് പിടിയടാ. വേറെ കല്ല് വന്ന് കാലിപ്പർ ഇരിക്കണ്ടേ? ഇതൊന്ന് എടുത്ത് മാറ്റിത്തരോ? ഈ കല്ലൊന്ന് എടുത്ത് മാറ്റിത്തരോ? സപ്പോർട്ട് ചെയ്യണേ. വണ്ടി ഓഫ് ആകാല്ലേ? ആ വണ്ടി സ്റ്റോപ്പ് അടിച്ചിരിക്കണ്. എനിക്ക് തോന്നുന്നില്ല വീഴോ. ഓ മാൻ, വണ്ടി ഇടിച്ചാ? ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. Well done, my boy. Well done.
ബേക്ക് വലിച്ചോരോ ബ്രോ വണ്ടിയെ. ഇടിക്കാതാ പിന്നെയും ഇടിക്കണമേ. കുഴപ്പമില്ല. ആ ഓക്കെ മതി. ഓഹോ ഇപ്പൊ കണ്ടോ. റെയിൻകോട്ട് അവിടെ കുറച്ച് പുകയായി. റെയിൻകോട്ട് പാൻറ് ബ്രോഡാ. അപ്പം നമ്മൾ ഓഫ് റോഡൊക്കെ അവസാനിച്ച് ഫസ്റ്റിലത്തെ ഓഫ് റോഡ് അവസാനിപ്പിച്ചിട്ട് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ ജസ്റ്റ് നിർത്തി വണ്ടിയുടെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഞണങ്ങിയിട്ടുണ്ടെന്നൊക്കെ നോക്കി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇറങ്ങാം. പക്ഷേ ഞാൻ 390 ഇത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഓഫ് റോഡ് കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കുറവുണ്ട്. പക്ഷേ ഈ ഒരു പാറക്കല്ലൊക്കെ അടിക്കുന്നത് വണ്ടിയുടെ ഒരു ഭാഗത്തും കേടുപാടുകൾ സംഭവിക്കുന്നില്ല. എല്ലാം ആ ഒരു സ്ലൈഡർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം അവിടെ കാലം അടക്കി. അപ്പം ഈ ഒരു ഓഫ് റോഡും ആ ഒരു വ്യൂ പോയിൻറ്റും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളവരൊക്കെ ജസ്റ്റ് ഒന്നൊന്ന് നോക്കുക കേട്ടോ. നൈസ് ട്രാക്കായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരാൾ രണ്ടുപേരായിട്ടൊന്നും വരില്ല. വരുമ്പം ഇത് കണക്കൊരു പടയായിട്ട് തന്നെ വരണം. എങ്കിലേ എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. മറ്റൊരു കിടിലം വീഡിയോ ഓഫ് റോഡ് തന്നെ കേട്ടോ. ഓഫ് റോഡും ടെൻറ്റും ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ പാർട്ടാണ് കേട്ടോ ബാക്കിയും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മിസ് ചെയ്യില്ല കേട്ടോ. ബൈ അല്ല, ഗുഡ് ബൈ.